നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ആദ്യം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, നാളെയും മറ്റന്നാളും, അതായത് 25ഉം 26ഉം ലൂസ് ടോക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതിനകത്ത് അത്ഭുതപ്പെടേണ്ടതൊന്നുമില്ല. 25-ാം തീയതി സൺഡേ ആണ്, അന്ന് ലൂസ് ടോക്ക് ഉള്ളതല്ല. 26-ാം തീയതി റിപ്പബ്ലിക് ഡേ ആണ്. അന്ന് ഓഫീസിൽ മിനിമം ജോലി, അതായത് മറുനാടൻ ഡെയിലിയിൽ മറുനാടൻ ഓൺലൈൻ പോർട്ടലിലും ഉണ്ടാവും. മറുനാടൻ മലയാളി ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കത്തില്ല 26-ന്. പ്രത്യേകിച്ച് ഞാനൊരു യാത്രയിലാണ്. UNA നഴ്സുമാരുടെ സംഘടന അവരുടെ ഒരു വാർഷിക പരിപാടി കോഴിക്കോട് വെച്ച് നടക്കുകയാണ്. ആ കോഴിക്കോട് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുക. വൈകുന്നേരം 5 മണിക്കാണ് കോഴിക്കോട് പരിപാടി. സാംസ്കാരിക പരിപാടിയാണ് അത്. അവരുടെ ഒരു അവാർഡ് നൈറ്റും ഒരു വലിയ പരിപാടിയാണ്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഹാളിൻ്റെ പേര് മറന്നുപോയി. കോഴിക്കോട് ഒരു പ്രധാനപ്പെട്ട ഹാളാണ്, ടൗണിൻ്റെ അകത്താണ്. മറന്നുപോയി ഞാൻ. ടവർ തിയേറ്റർ ഉണ്ട് അവിടെയും. അല്ല, ഇത് വേറൊരു മറന്നുപോയി. അപ്പോൾ ആ ഹാളിൽ വെച്ചാണ് UNA പരിപാടി. അതിൽ ഞാനും ജോയി മാത്യു ആണ്, നടൻ സംവിധാനം ജോയി മാത്യു, ഞങ്ങൾ രണ്ടുമാണ് ഗസ്റ്റ്. പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് ഡോക്ടർ മുനീർ. മുനീറിന് കൂടുതൽ രോഗബാധിതനായിരുന്നല്ലോ, ഇപ്പം ഭേദപ്പെട്ട് വരുന്നുണ്ട്. അപ്പം മുനീർക്കായി ഒന്ന് കാണണം, അദ്ദേഹത്തിന് വീട്ടിൽ പോയി ഒന്ന് കാണണം. കാരണം നമ്മൾ കോഴിക്കോട് വരെ പോകുമ്പോൾ അദ്ദേഹത്തെ പോയി കാണണമല്ലോ. തീർച്ചയായും വളരെ സ്വാത്വികനായ ഒരു നല്ല നേതാവ് ഇവിടെ വന്നിട്ടുള്ളതല്ലേ. അത്രയ്ക്ക് നല്ലൊരു സൗമ്യനായ ഒരാൾ. സത്യം പറഞ്ഞാൽ രാജ്മോഹൻ, നമ്മൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു തുടങ്ങേണ്ടതുണ്ട്. ഈ പല ആളുകളും മുസ്ലിം വിരുദ്ധം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടാവാം. നമ്മൾ സ്ഥിരം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഈ മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് കുറച്ചു പേർ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു വികാരം, അവനവൻ്റെ പറ്റപ്പെടുന്നതിന് വേണ്ടി ചെയ്യുന്ന പരിപാടി. മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള യഥാർത്ഥത്തിലുള്ള മനുഷ്യർ എന്ന് പറഞ്ഞാൽ ഈ മതം തലയ്ക്ക് പിടിച്ചിട്ടില്ലാത്ത, അതേസമയം മതവിശ്വാസികളായ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർക്ക് നമ്മളെ ഇഷ്ടമാണ്. കാരണം നമ്മളാണ് സത്യം പറയുന്നവർക്കൊക്കെ അറിയാം. ഈ കണ്ണുരുട്ടുന്നതും നുണ പറയുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ ബോധപൂർവം നമ്മുടെ വിശ്വാസ്യത തകർക്കാനുള്ള ഗൂഢാലോചന. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ VD സതീശൻ ഞാൻ നിൽക്കുന്നൊരു ഫോട്ടോ നിരന്തരമായി അത് അറ്റാക്കുന്നുണ്ടായിരുന്നു കുറേ അധികം ആളുകൾ കേരളത്തിൽ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലാന്ന് എനിക്ക് മനസ്സിലായി. 2 അനുഭവം പറയാം, അതുകൊണ്ട് പറയേണ്ടതാണ്. 2 കാര്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കൂടി കേൾക്കേണ്ടത്. ഒന്ന്, മാജിക് അക്കാദമി ഉണ്ടല്ലോ മുതുകാടിൻ്റെ, അതായത് കിൻഫ്രയിലുള്ള. അപ്പോൾ അവിടെ വെച്ചൊരു പരിപാടി ഞാൻ പങ്കെടുക്കാൻ വേണ്ടി 2 ദിവസം മുമ്പ് പോയി. ഈ ബ്രിട്ടീഷ് മെല്ലെ ചാരിറ്റി ഫൗണ്ടേഷൻ, UK ചാരിറ്റി ഫൗണ്ടേഷൻ, അവർക്കൊരു 65-66 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. നമ്മൾ അന്ന് പരിപാടി നടത്തിയത് കൈമാറി. പക്ഷെ അത് ടെക്നിക്കലി അതിൻ്റെ അങ്ങോട്ട് ഒരു കൈമാറ്റവും റെസിപ്റ്റ് വേണ്ടിയിട്ട് നടന്നില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ 2 ചെയർമാൻമാർ, ഒന്ന് ഷാജി ലൂക്കോസ് ഇവിടെ വന്നിരുന്നു, ഷാജി ലൂക്കോസും ജോർജ് എടത്തുവായി. അപ്പോൾ 2 പേരും ഇവിടെ വന്നപ്പോൾ അവരും ഞാനൂടെ അവിടെ പോയി കൈമാറാൻ. ഞങ്ങളൊരു നല്ല തരക്കേടില്ലാത്തൊരു ചടങ്ങ് നടത്തി ഈ കൈമാറ്റം നടത്താൻ പദ്ധതി. പക്ഷെ നിർഭാഗ്യവശാൽ അവിടുത്തെ ഒരു അന്തേവാസി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ ഡാക്ക് ഉണ്ടല്ലോ, ഡിഫറെൻ്റ് ഏബിൾഡ് സെൻ്റർ ഉണ്ടല്ലോ, അവിടുത്തെ ഒരു പെൺകുട്ടി മരിച്ചുപോയി. നല്ല മനോഹരമായി പടം വരയ്ക്കുന്ന, പെർഫെക്ഷനായിട്ട് പടം വരയ്ക്കുന്ന ഒരു പെൺകൊച്ച മരിച്ചുപോയി. അങ്ങനെ ആ പെൺകുട്ടി മരിച്ചു പോയപ്പോൾ ചടങ്ങ് അപ്പോൾ ആ മുറ്റത്ത് വെച്ച് വെറുതെ ഒന്നുകൊണ്ട് കൈമാറുന്ന പരിപാടി. ഞങ്ങൾ ഈ ചടങ്ങിന് വേണ്ടി നിൽക്കുമ്പോൾ ഈ തലയിൽ ഇങ്ങനെ നമ്മൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി പണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ, ഇപ്പോഴാണ് ഈ പർദ്ദയും ഒക്കെ ഉള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ഷാൾ ഇങ്ങനെ ഫുൾ കഴുത്ത് മറച്ചങ്ങിടുന്നത്. അങ്ങനെ ഒരു സംഘം ചേച്ചിമാർ അവിടെ നിൽക്കുന്നു, താത്തന്മാർ. അവർ അവിടെ ആളുകൾ വരുന്നുണ്ടല്ലോ, സ്കൂളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അവരിന്ന് സ്കൂൾ വഴി വന്നാണ്. അപ്പോൾ അവർ ഫുൾ ടൈം അപ്പുറം മാറി നിൽക്കുകയാണ്, എന്നെ നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ഉടനെ എന്നെ വിളിച്ചു. ഞാൻ ചെന്നു. അപ്പോൾ പറഞ്ഞു, സാറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയെന്ന് പറഞ്ഞു. അഞ്ചലുകാരാണ് അവർ, പ്രീ പ്രൈമറി സ്കൂളിൽ പഠിപ്പിക്കുന്നവരാണ്. എല്ലാ വീഡിയോ മുടങ്ങാതെ കാണുമെന്ന് പറഞ്ഞു. എല്ലാവരും പേര് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. അവരെന്നോട് പറഞ്ഞത് എല്ലാ വീഡിയോയും, അവർക്ക് ഒരു പരാതി എന്നെക്കുറിച്ചില്ല, എൻ്റെ എല്ലാ വീഡിയോയും കാണുന്നുണ്ട് അവർ. അപ്പോൾ ഒരു പക്ഷേ ഇതൊന്ന്. രണ്ടാമത്തെ അനുഭവം, ഞാൻ ഡോക്ടർ മജീദ് ഖാൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. നിംസും നൂറുൽ ഇസ്ലാം സർവകലാശാലയുടെ ചാൻസലറായിരുന്ന ഡോക്ടർ മജീദ് ഖാൻ മരിച്ചുപോയി. അപ്പോൾ മജീദ് ഖാൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് മുതൽ ഇത്തരം ദിവസം തുടർച്ചയായി ചടങ്ങുകളുണ്ടായിരുന്നു, പ്രാർത്ഥനകളും മറ്റും. അപ്പോൾ അതിൻ്റെ ഒരു സമാപനം പോലായിരുന്നു ഇന്നലെ. ഞങ്ങൾക്കൊക്കെ 41 സഞ്ജയനമൊക്കെ പോലൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അവർ പക്ഷേ അധികം പേരെ വിളിച്ചില്ല. അവരുടെ കുടുംബക്കാരും വേണ്ടപ്പെട്ട എന്നെ വിളിച്ചു. ഫൈസൽ എന്നെ വിളിച്ചിട്ട് വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കുടുംബാംഗം പോലാണ് വരണമെന്ന് പറഞ്ഞു. അപ്പം ഈ ഫൈസലിൻ്റെ സഹോദരി ഇംഗ്ലണ്ടിലാണ്. ഫൈസലിന് ഒരു സഹോദരി, അവർ ബർമിംഗ്ഹാം അടുത്ത് വൂസ്റ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ഷഫീഖ് എന്നാണ് ഭർത്താവിൻ്റെ പേര്. അയാളവിടെ ഡോക്ടറാണ്, ഓങ്കോളജിസ്റ്റാണ്.
പുള്ളിക്കാരത്തിയുണ്ട്. ഞാനവിടെ ചെന്ന ഉടനെ അത്യാവശ്യം തടിയൊക്കെ ഉള്ള ഒരു ഇമാം കാണുമ്പോൾ നമുക്കറിയാം ഒരു ഉസ്താദാണ്, വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അതും നെയ്യാറ്റിൻകരയിലെ ഇമാമാണ്, നെയ്യാറ്റിൻകര പള്ളിയിലെ ഇമാമാണ്. എല്ലാ വീഡിയോയും കാണും, സന്തോഷം അഭിമാനം ഉണ്ടെന്ന് പറഞ്ഞു. എന്നോട് ഒരു പരാതിയും പറഞ്ഞില്ല, മുസ്ലിം വിരുദ്ധ പറയുന്നത് എന്നോട് പറഞ്ഞില്ല. ഞാൻ അവിടോട്ട് വീട്ടിലേക്ക് കയറുമ്പോൾ ആ മുറ്റത്തിരിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. അതിലൊരാളെ നമ്മൾ ഈ അറബിയുടെയൊക്കെ വേഷം പോലെ ഇതൊക്കെ വെച്ച് ഈ തടിയൊക്കെ വെച്ച് ഇങ്ങനെ അദ്ദേഹം ആ ശബ്ദവേദി പറഞ്ഞു ഒരു കടുവാപ്പള്ളിയില്ലേ, കല്ലമ്പലത്ത് ആ ഭാഗത്തും കണ്ടാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹം ഒരു ഇമാമാണ്. അദ്ദേഹം ഈ ചടങ്ങുകൾ നടത്താൻ വേണ്ടി വന്നത്. അദ്ദേഹം എഴുന്നേറ്റ് നല്ല ആചാനുബാഹുവാണ്, നല്ല വെളുത്ത് സുന്ദരനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം. മുഹമ്മദ് മൗലവി എന്നാണ്, അഹമ്മദ് മൗലവി എന്നാണ്. മറ്റേ ആളുടെ പേര് നെയ്യാറ്റിൻകര മൗലവിയുടെ പേര് ഫൈസൽ ഖാൻ തന്നെയാണ്. ഇതേ പേര് തന്നെയാണ്, ഫൈസൽ ഖാൻ എന്നാണ്. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഇദ്ദേഹം എന്നോട് ഒത്തിരി ഒന്നും വർത്താനം പറഞ്ഞതിന് ശേഷം ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു ഈ അഹമ്മദ് മൗലവി. മറ്റേ ഫൈസൽ ഖാൻ പറഞ്ഞതുപോലെ കെട്ടിപ്പിടിച്ച് അങ്ങനെ വലിയ ആവേശം കാണിച്ചില്ലെങ്കിലും എൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കുള്ളൂ. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ മുസ്ലിം വിശ്വാസികളായ അവരുടെ ബന്ധുക്കളും അല്ലാതെ ഒന്നുകൂടി BJP-കാരെ ശേഷം ഞാൻ കണ്ടു. നമ്മുടെ മുഖ്യമന്ത്രിയോട്, അദ്ദേഹത്തിൻ്റെ പേര് മറന്നു, മുഖ്യമന്ത്രിയോട് ഒരു ഉദ്യോഗസ്ഥൻ ചോദ്യം ചോദിച്ചപ്പോൾ വാർത്തയൊക്കെ നമ്മൾ ചെയ്തിരുന്നു. അദ്ദേഹം അവിടുത്തെ ഒരു സെക്രട്ടറി ജീവനക്കാരനായിരുന്നു, അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ എന്നോട് വളരെ സ്നേഹവും എൻ്റെ വീഡിയോകൾ മൊത്തം കാണാം. നസ്രിയ ഉണ്ടല്ലോ, നടി നസ്രിയയുടെ അച്ഛൻ ഉപ്പ വന്നിരുന്നു, കവടിയാറാണ്. നസ്രിയയുടെ ഉപ്പ ഉമ്മയും വന്നിരുന്നു. രണ്ടുപേരും എൻ്റെ അടുത്ത് വന്ന് ഒത്തിരി നേരം, പ്രത്യേകിച്ച് ഉപ്പ ഒരുപാട് നേരം ഇവരെല്ലാം എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. സ്ത്രീകളടക്കം സകല മനുഷ്യർ നമ്മുടെ വീഡിയോ കാണുകയും നമ്മളോടൊരു പ്രത്യേക സ്നേഹവും അമ്മമതയും കാണിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ കുറേ ഒരു ആളുകൾ പറയും അതിൽ സംഘടന എന്നൊരു രാജ്മോഹൻ. ഇത് കേട്ടിട്ട് ഈ സതീശനും ഈ കോൺഗ്രസ്സുകാർക്കൊക്കെ പേടിയാണ്, മുസ്ലിങ്ങൾ മുഴുവൻ നമുക്കെതിരാണ്, വോട്ട് നഷ്ടപ്പെടുമെന്ന് പേടിയാണ്. ഇവന്മാരുടെ ഈ സോഷ്യൽ മീഡിയ പ്രചരണത്തിൻ്റെ ഒരു ശക്തിയാണ്. എനിവേ, അത് നമ്മൾ ഈ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു. ഇന്നത്തെ ലൂസ് ടോക്കിൻ്റെ പ്രത്യേകത, നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനമായും മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ചാനൽ അവതാരകന്മാരുടെയും അവതാരകരുടെയും ഒക്കെ ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾ, അവരുടെ വിപണി മൂല്യത്തെക്കുറിച്ചാണ്. പക്ഷേ അതൊരുപാട് ചർച്ച ചെയ്യാനില്ലാത്തത് കാരണം അതിന് മുമ്പ് നമ്മളൊരു പകുതിയോളം, ഈ 15 മിനിറ്റോളം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മറ്റു വിഷയങ്ങളാണ്. നമുക്ക് ആദ്യമേ നമുക്ക് വിഴിഞ്ഞത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഇന്ന് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ 2ാം ഘട്ടം ഇന്ന് മുഖ്യമന്ത്രി അല്പം മുമ്പ് ശരി 2ാം ഘട്ടമായി. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് രാവിലെ പത്രം എടുത്ത് നോക്കും, 1ാം പേജിൽ പിണറായിയുടെ ഒരു വൃത്തികെട്ട പടം, തൊപ്പിയൊക്കെ വെച്ച്, ഒരു തൊപ്പിയും ഒരു കോട്ടൊക്കെ ഇട്ട് കഷ്ടപ്പെട്ട്, ഈ ചിരിക്കാൻ അറിയാത്തവർ ചിരിച്ചാലുണ്ടാവുന്ന വൃത്തികേടുണ്ടല്ലോ, ഈ നമ്മൾ ചിരിക്കാൻ അറിയാത്തൊരു ചിരിച്ചാൽ ഭയങ്കര വൃത്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു പടം കണ്ടപ്പോഴേ ഞാൻ എന്തോ ഏടാകൂടാണെന്ന് ഞാൻ നോക്കിയില്ല. അപ്പൊ കേന്ദ്രമന്ത്രി ഞാൻ അറിഞ്ഞേ ഇല്ല, ശ്രദ്ധിച്ചില്ല. കാരണം അത് കണ്ടപ്പോഴേ ഞാൻ മറച്ചു. പ്രതിപക്ഷ നേതാവ്, മേയർ എല്ലാവരും ഉണ്ട്. ഉമ്മൻചാണ്ടിയെ കുറിച്ച് വല്ല സംഭാഷണം ഉണ്ടോ അറിയാവോ? ഞാൻ കേട്ടില്ല, ഒരു സാധ്യതയും കാണുന്നില്ല. ചിലപ്പോൾ അവിടെ ഉണ്ടായിരുന്ന വിൻസെന്റ് MLA അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കാണുമായിരിക്കും. പ്രതിപക്ഷ നേതാവ് ഇവര് കാര്യം പാവപ്പെട്ട ഉമ്മൻചാണ്ടി ചെയ്തതിന്റെ ബാക്കിയാണല്ലോ ഇവരിപ്പം ചെയ്യുന്നത്, അതിന്റെ ക്രെഡിറ്റ് ആണല്ലോ. ഇപ്പൊ ഇലക്ഷന് മുമ്പ് വെപ്രാളപ്പെട്ട് ചെയ്യുന്നതാണ്, പ്രഖ്യാപിച്ചതാണ്. എന്നിട്ട് പിണറായി ഇല്ലെങ്കിൽ ഫ്ലെക്സ് കാണുമായിരിക്കുമല്ലോ, ഇഷ്ടം സിറ്റിയിൽ ഒരുപാട് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അതിന്റെ ഈ ഫ്ലെക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, മറ്റേത് പറയാതിരിക്കാൻ പറ്റത്തില്ല. BJP-ക്ക് ഫ്ലെക്സ് അത് അടിപൊളി പരിപാടി. കാരണം വെച്ചാൽ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വന്ന ദിവസം തിരുവനന്തപുരത്ത് മുഴുവൻ ഫ്ലെക്സ് ആയിരുന്നു, നമ്മൾ കണ്ടതാണ്, എല്ലാവരും ഫ്ലെക്സാണ്. അതിന്റെ പേരിൽ BJP ജില്ലാ കമ്മിറ്റി 20 ലക്ഷം രൂപയുടെ പിഴ അടിച്ചു കൊടുത്തു കോർപ്പറേഷൻ. കരമന ജയൻ ജില്ലാ പ്രസിഡന്റ്. എനിക്കത് അതിൻ്റെ പിന്നിലെ പൊളിറ്റീഷ്യന് പിടിയിട്ടില്ല. ഒന്ന്, ഹൈക്കോടതിയുടെ ഉത്തരവാണ്. ഹൈക്കോടതി ഉത്തരവനുസരിച്ച് റോഡുകൾക്ക് യാത്രാ തടസ്സം ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ഫ്ലെക്സോ പോസ്റ്ററുകളോ കൊടിയോ വെക്കാൻ പാടില്ല. പക്ഷേ ഇതൊന്നും ആർക്കും ബാധകമല്ലാത്ത തരത്തിൽ CPM-കാർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, ആളുകൾ പരാതിപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പേരിന് വേണ്ടിയെങ്കിലും നോട്ടീസ് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ നോട്ടീസൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ടീസ് കൊടുക്കുന്നതല്ലാതെ പിഴ മേടിച്ചിട്ടുണ്ടാവില്ല. വി രാജേഷ് ഇത്തവണ മേയറായതിനു ശേഷം അവിടുത്തെ ജീവനക്കാരെ അഭിസംബോധന ചെയ്ത് നമ്മൾ കാണുകയായിരുന്നില്ല. അപ്പോൾ അന്ന് വി രാജേഷ് പറയുന്നുണ്ടായിരുന്നു, ഈ ഫ്ലക്സിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ എന്താണ് ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ബോർഡ് വയ്ക്കുന്നു, ആ പരിപാടി കഴിഞ്ഞാൽ ഈ ബോർഡ് അവിടെ തന്നെ ഇരിക്കുകയാണ്, ആരും എടുത്ത് മാറ്റുന്നില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ പരിപാടി തുടക്കത്തിന് മുമ്പ് നോട്ടീസ് കൊടുത്തു. ബുധൻ വ്യാഴോ ആയിരുന്നു ഫ്ലക്സ് വെച്ചത്, വ്യാഴാഴ്ച നോട്ടീസ് കൊടുത്തു. എന്നിട്ട് ഇന്നലെ പരിപാടി നടന്നില്ലേ, ഇന്നലെ തന്നെ ഫൈൻ അടിച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ ഇതെന്ത് സംഭവിച്ചു? ഒന്ന് വളരെ കൃത്യമായിട്ട് പറയാം, BJP ഭരിക്കുന്ന നഗരസഭയാണ് BJP-ക്ക് അത് 20 ലക്ഷം രൂപ അടിച്ചു കൊടുത്തു. കേസ് കൊടുത്തിട്ടുണ്ട് വേറെ അല്ല, അത് ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ്. അതായത് ഇങ്ങനെ വന്നാൽ നിങ്ങൾ അടിയന്തരമായി പിഴ നോട്ടീസ് കൊടുക്കണമെന്നും
ഇല്ലെങ്കിൽ ഈ സെക്രട്ടറിയുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നു, ഇവർക്കെതിരെ പോലീസ് കേസെടുക്കുന്നു. പക്ഷേ ഇത് CPM ചെയ്യുമ്പോൾ ഇല്ല. നമ്മളല്ലേ പറയൂ, ലോകം ഈ CPM സമ്മേളനം നടന്നില്ലേ, അപ്പോൾ എത്ര ഇതായിരുന്നു അപ്പം നടന്നിട്ടില്ലേ. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന 2 സാധ്യതകൾ. ഒന്ന്, BJP ഭരിക്കുന്ന നഗരസഭ അവർ തന്നെ BJPക്കെതിരെ നോട്ടീസ് കൊടുത്ത് കേസെടുക്കുന്ന ഒരു ഉയർന്ന ധാർമ്മികത നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. ആ സാധ്യത വളരെ കുറവാണ്. കാരണം കരമന ജയനോട് 20 ലക്ഷം രൂപ കൊടുക്കാൻ BJP 20 ലക്ഷം രൂപ രാജേഷിന്റെ പണി തെറിക്കും. അതുകൊണ്ട് അതിനുള്ള സാധ്യത എങ്കിൽ പോലും അതിനെ ആ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാം ഒരർത്ഥത്തിൽ. 2, ജീവനക്കാർക്ക് ഇത്ര ആവേശം ഉണ്ടാകാൻ കാര്യം ഈ CPM-കാരാണ്. ഈ ജീവനക്കാർ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവരുടെ പല പരിപാടികളും തിരുത്തി കൊണ്ടുവരുമ്പോൾ അവരൊരു പണി കൊടുക്കാൻ വേണ്ടി ചെയ്താനുള്ള സാധ്യത കൂടുതൽ. കാരണം അവിടെ ജീവനക്കാർ സർക്കാർ ജീവനക്കാരാണ്, മുഴുവൻ CPM-കാരാണ്. നഗരസഭയിൽ ഒന്നാമത് ഇദ്ദേഹം കൈക്കൂലിക്ക് തടയിടുന്നുണ്ട്. ഞാൻ നഗരസഭയെക്കുറിച്ച് എപ്പോഴും പറയാനുള്ള കാര്യമുണ്ട്. അതായത് നഗരസഭയിലെ ജീവനക്കാർക്ക് ഒരു കാര്യം സാധിക്കണമെങ്കിൽ കാശ് കൊടുക്കണം. എനിക്കറിയാം, നഗരസഭയിൽ എൻ്റെ ഒരു പരിചയക്കാരനൊരു എൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ ഞാൻ പോയി. ഒരു ജീവനക്കാരനാണ്. ഞാനവിടെ പോയിരിക്കുമ്പം ഒരു ഓഫീസർ അവിടെ വന്നിട്ട് ഇയാളോട് എന്തൊക്കെ സംസാരിക്കുക. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അത് ഞാൻ എന്നാ ചോദിച്ചപ്പോൾ അങ്ങേരുടെ എന്തോ ഒരു ഫയൽ നീങ്ങാൻ വേണ്ടി കാശ് കൊടുക്കാത്തതുകൊണ്ട് നീങ്ങില്ല. അപ്പോൾ ഈ പുള്ളി പറഞ്ഞു കൊടുക്കും, നിങ്ങൾ കാശ് കൊടുത്താലും. അച്ഛൻ എപ്പോഴും പറയുന്നത്, അച്ഛൻ്റെ ഏത് സുഹൃത്തിൻ്റെ ആവശ്യത്തിന് കോർപ്പറേഷൻ പണ്ട് പോയപ്പോൾ അച്ഛൻ്റെ കൂടെ പഠിച്ച ഒരാളാണ് സെക്ഷനിൽ ഇരിക്കുന്നത്. അപ്പം അയാൾ അയാളുടെ നടത്തുകയാണ്. അവസാനം എന്താണെന്ന് ചോദിച്ചപ്പോൾ അപ്പുറത്തിരുന്ന അവിടുത്തെ പിയോണ് പറഞ്ഞു, അയാൾക്ക് പൈസ അയ്യോ എൻ്റെ കൂടെ പഠിച്ചതാണ്, നിങ്ങളുടെ കൂടെ പഠിച്ചതല്ലേ, അവൻ അച്ഛൻ വന്നാണെങ്കിൽ പൈസ അതാ പറയുന്ന കാര്യം. അത്ര ഭീകരമായ അവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ പണി കൊടുത്തതാവാം എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. എന്തായാലും ആവശ്യമാണ്. നമ്മുടെ ഈ ഫ്ലെക്സ് ബോർഡ് ദുരുപയോഗിക്കുന്ന പരിപാടി. എന്തിനാണ് ഫ്ലെക്സ് ബോർഡ്, എന്തിനാണ് അലങ്കാരം? ഇത് ആദ്യം ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ്സുകാരാണ് ഇത് വ്യാപകമായി ആദ്യം ഇത് ദുരുപയോഗം ചെയ്തത്. ഫ്ലെക്സ് രാഷ്ട്രീയം. ഫ്ലെക്സ് ബോർഡ് ഇല്ലെങ്കിൽ നേതാക്കന്മാർ മുഖം മാറും എന്നാണ് പറയുന്നത്. അവിടെ ഏതെങ്കിലും കൊട്ടാരക്കര പൊന്നച്ചൻ എന്ന് പറഞ്ഞ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നേതാവുണ്ട്. ദീർഘകാലം ഏതാണ്ട് 25-30 ലക്ഷം വർഷമായിട്ട് അദ്ദേഹമാണ് ജില്ലാ പ്രസിഡന്റ്. തിരുവനന്തപുരത്ത് അദ്ദേഹം അല്ലാതെ മറ്റൊരു നേതാവിനെ സങ്കല്പിക്കാൻ പറ്റത്തില്ല. മാനസാറുള്ള ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയത്തില്ല, അദ്ദേഹം പാർട്ടി വിട്ടൊന്നും എനിക്കറിയത്തില്ല. ഈ കൊട്ടാരക്കര പൊന്നച്ചൻ്റെ രീതി, എൻ്റെ സുഹൃത്താണ്. കൊട്ടാരക്കര പൊന്നച്ചൻ്റെ പാർട്ടി പ്രവർത്തനം ഈ പരാതിയായിട്ട് മാനസാറിൻ്റെ അടുത്ത് ഒരിക്കൽ ഞാൻ മാനസാറിൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴാണ് ഈ പരാതിയായിട്ട് വരുന്നത്. അതിൻ്റെ ഒരു മെയിൻ പരാതി എന്ന് വെച്ചാൽ ഒരാളെയും പൊന്നച്ചൻ അടുപ്പിക്കില്ല. ഈ പാർട്ടിയിൽ അംഗത്വം വേണ്ട. പൊന്നച്ചൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും തിരുവനന്തപുരത്തൊന്നും സീറ്റ് കിട്ടത്തില്ല, പിന്നെ ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്ന എന്തിനാ, ഇവരെല്ലാം പാർട്ടിയിൽ എടുത്ത് കഴിഞ്ഞാൽ അംഗത്തായി കഴിഞ്ഞാൽ ഇവരെല്ലാം ഓരോ ആവശ്യമായിട്ട് സെക്രട്ടറി കയറി ഇറങ്ങും, അതുകൊണ്ട് നമുക്കാരും വേണ്ട, മെമ്പർഷിപ്പ് വേണ്ട. അപ്പോൾ പൊന്നച്ചൻ അനുസരിച്ച്. അപ്പം പൊന്നച്ചൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ മാണിസാർ ബജറ്റ് അവതരിപ്പിച്ചിട്ട് ഇറങ്ങുമല്ലോ, അപ്പോൾ ആ കന്റോൺമെന്റ് ഗേറ്റിൽ കൂടെ ഇറങ്ങണം. ആ ഗേറ്റിൽ ഇറങ്ങുമ്പോൾ തന്നെ മാണിസാറിൻ്റെ അഭിവാദ്യങ്ങൾ, മാണിസാറിൻ്റെ ഫ്ലെക്സ് കാണും. മാനസർ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി മുഴുവൻ ഫ്ലെക്സ് വെക്കും. കൊട്ടാരക്കര പൊന്നച്ചൻ കൃത്യമായിട്ട് ചെയ്ത് എങ്ങനെ നിർണായകമായ സ്ഥലങ്ങളിൽ കൊണ്ട് ഫ്ലെക്സ് വെച്ചാൽ പൊന്നച്ചന്റെ രാഷ്ട്രീയം അതായിരുന്നു. ഈ KPCയുടെ പുതിയ ഭാരവാഹികൾ വരുന്ന സമയത്ത് ആ വെള്ളമരത്തോടെ പോകാൻ പറ്റില്ല, ആ ഏരിയ മുഴുവൻ ഫ്ലെക്സ് ആയിരിക്കും ഓരോ നേതാക്കന്മാർ. അതിന് അറുതി വരുത്തേണ്ടതുണ്ട്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഫ്ലെക്സ് രാഷ്ട്രീയം, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതിനടുത്ത് വരുന്ന സാഹചര്യമായിരിക്കുന്നു. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. ട്രംപ് ഇപ്പോൾ നമുക്ക് ഏർപ്പെടുത്തിയ തീരുവ ഇളവ് ചെയ്യാൻ പോകുന്നു. അത് വലിയൊരു സംഭവമാണ്. കാരണം ഈ ട്രംപ് ഓർക്കേണ്ട കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 50% തീരുവ. ഇന്ത്യയിൽ നിന്നും എന്തെങ്കിലും ഒരു സാധനം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്താൽ നമ്മൾ 50% ടാക്സ് അടച്ചാൽ മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. മറ്റ് രാജ്യങ്ങളൊക്കെ 20%, 18%, 30%, 25% ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മളിൽ നിന്ന് ആർക്കും കൊണ്ടുവരും. അതുകൊണ്ടാണ് കിറ്റക്സ് ഹാവിൻ്റെ ആ ഒരു സെയിലിൻ്റെ വോളിയം നോക്കണം, കംപ്ലീറ്റ്ലി ഇടിഞ്ഞു പോയി, വോളിയം പോയി. അത് ട്രംപ് ഓരോ പേര് വന്ന റഷ്യയുടെ പേരിൽ ഓരോന്നിൻ്റെ പേര് അല്ല, ബേസ് റേറ്റ് 25, റഷ്യയുടെ പേര് 20, അങ്ങനെ 50 നിലവിൽ. പക്ഷേ ഇറാനുമായിട്ടുള്ള അസോസിയേഷൻ ഒരു 25 ഓഫർ ചെയ്തിരുന്നു. പിന്നെ പല കാര്യവും ഉണ്ടായിരുന്നു. അപ്പം ട്രംപ് അങ്ങനെ മുട്ടയെടുത്ത് പോവുക. പക്ഷേ ആ ട്രംപിന്റെ മുട ഇപ്പം പതിയെ കുറയുന്നുണ്ട്. ഇന്ത്യ, യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ അല്ല, അതിന് മുമ്പ് ട്രംപ് അമേരിക്ക മറ്റേ യൂറോപ്പുമായിട്ടുള്ള ബലപ്പെടുത്തും, നാറ്റോ രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വന്നു. ഈ ട്രംപ് തോന്നിയതുപോലെ ചെയ്യുകയായിരുന്നു. വെനസ്വേലയുടെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് ആരും ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഗ്രീൻലാൻഡ് അവർ പിടിച്ചെടുത്ത് സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാവരും നാറ്റോ സഖ്യ രാജ്യങ്ങളെ എല്ലാവരും ഇടഞ്ഞു. ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും എല്ലാവരും വെല്ലുവിളിച്ചു. അതായത് ഇവർ ട്രംപിനോട് പോയി പണി നോക്കാൻ പറഞ്ഞു. ട്രംപ് ആവട്ടെ അങ്ങനെ മൂത്ത് നിൽക്കായിരുന്നു. അതോടെ ട്രംപ് പതിയെ പിൻവലിച്ചു. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ ഇന്ത്യക്കുള്ള 25% പിൻവലിച്ചു. ഈ അതിൻ്റെ കാരണം എന്താണ്? യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള പുതിയ വ്യാപാര കരാർ വരുന്നുണ്ട്. അത് ഏതാണ്ട് ഒരു വലിയ നമ്മുടെ കരാറുകളുടെ മാതാവ് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അത്രയും വലിയ കരാറാണെന്നാണ് പറയപ്പെടുന്നത്. ഈ യൂറോപ്യൻ യൂണിയൻ ആ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 25 ഞാൻ കൃത്യ എണ്ണം ഓർക്കുന്നില്ല, യൂറോപ്പിലുള്ള പശ്ചിമ യൂറോപ്പിലുള്ള
പശ്ചിമ യൂറോപ്പ് യൂറോപ്പുണ്ട്. ഇപ്പം പണ്ട് കിഴക്കൻ യൂറോപ്പിലായിരുന്നു, നേരത്തെ പശ്ചിമ യൂറോപ്പിലുള്ള ഏതാണ്ട് 25-ലധികം രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് യൂറോപ്യൻ യൂണിയൻ. ഈ യൂറോപ്യൻ യൂണിയൻ്റെ അകത്ത് ഇല്ലാത്ത 2 രാജ്യങ്ങൾ, ഒന്ന് സ്വിറ്റ്സർലൻഡ് യൂറോപ്യൻ യൂണിയനില്ല, ബ്രിട്ടനില്ല. യൂറോപ്പിലാണെങ്കിലും സ്വിറ്റ്സർലൻഡും ബ്രിട്ടനും ഇല്ല. അപ്പോൾ ഈ തുർക്കിയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അവിടെ. നാറ്റോയിലുണ്ടെങ്കിലും തുർക്കിയൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഒരു രാജ്യം പോലെ ഒരു ഫെഡറേഷൻ ഉണ്ടെങ്കിൽ, ഇപ്പോൾ പോർച്ചുഗൽ ആണെങ്കിലും ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി, ഇവർക്കെല്ലാം യൂറോയാണ് ഇവരുടെ എല്ലാം നാണയം എന്ന് യൂറോ, അവരുടെയൊക്കെ സ്വന്തം നാണയം. പക്ഷേ ബ്രിട്ടൻ അതിൽ ചേർന്നില്ല. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ്റെ പുറത്താണെങ്കിലും യൂറോപ്യൻ യൂണിയനായിട്ട് സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയനും ബ്രിട്ടനും എന്നുള്ള, സ്വിറ്റ്സർലൻഡ് ഒരു കാലത്തൊന്നിലും ചേർന്നില്ല, അവരവരുടെ രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ ദീർഘകാലമായി നടക്കുകയാണ്. ഇത് പലയിടങ്ങളിലും ചേർത്ത് നമ്മൾ ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ ഏതാണ്ട് പൂർത്തിയായി, അത് സൈൻ ചെയ്തു, നടപ്പിലാകുന്ന ദിവസ വ്യത്യാസം. അത് വലിയ നേട്ടം. അതായത് ഓൾമോസ്റ്റ് ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്ത 99% സാധനങ്ങൾക്കും 0% ഒരു ടാക്സ്. ഇത് വലിയ തോതിൽ ഇന്ത്യയുടെ ഒന്നാമത് കയറ്റുമതി ബിസിനസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, കയറ്റുമതി ബിസിനസ് നമുക്ക് ഇങ്ങോട്ട് ഈ ഡോളറിൽ അല്ലെ പൗണ്ടിലാണ് വരുമാനം വരുന്നത്, വിദേശ കറൻസി. അതുകൊണ്ട് ഇതില്ല, ഈ ഒരു നികുതിയില്ല. അപ്പോൾ അവിടെ ഇറക്കുമതിക്കും ഇതില്ലാതെ വരുമ്പോൾ നമുക്ക് വിപണിയെ വല്ലാതെ കീഴടക്കാൻ കഴിയും. വലിയ തോതിൽ നമ്മൾ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു, വലിയ തോതിൽ നമുക്കിതിന് കീഴടക്കാം. 200 കോടി ജനങ്ങൾക്കാണ് ഇത് പ്രയോജനപ്പെടാൻ പോകുന്നതെന്നാണ് പറയുന്നത്. 140 നമ്മുടെയാണ്, 140 നമ്മളെ തന്നെയാണ്. ബ്രിട്ടനിൽ ആകപ്പാടെ 6 കോടി. അതെ, യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാ ജനസംഖ്യ കുറവാണ്. എല്ലാ അപ്പോൾ 200 അങ്ങനെ 60 കോടി വരും, എനിക്കറിയില്ല. 25 രാജ്യമുണ്ട്. അതെ, അതായിരിക്കും എല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ അത്രയും വരും. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബൂസ്റ്റായി. അപ്പോൾ ഇവർക്ക് പിടികിട്ടി യൂറോപ്പ് ഓൾറെഡി അമേരിക്കയോട് ഭിന്നിച്ച് മാറി നിൽക്കുന്നു. ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ അവരുമായിട്ട് സഹകരിക്കാൻ കൂടി ചെയ്യുമ്പോൾ അതുകൊണ്ടാവാം ട്രംപ് പിന്നോട്ട് വന്നത്. എന്തായാലും ശുഭസൂചകമായ ഒരു വാർത്തയാണത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങേറ്റം പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകേണ്ട അവസ്ഥ എത്തിയിട്ടുള്ളതായിരുന്നു ഈ അമേരിക്ക ഏർപ്പെടുത്തി. ഒരു കാര്യം കൂടി പറഞ്ഞിട്ടേ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിച്ചിരുന്നു, ശ്രദ്ധിച്ചിരുന്നു. 28-ാം തീയതിയിലേക്ക് മാറ്റിയത്. അത് ഇന്ന് വിധി പറയേണ്ടതായിരുന്നു. ഇന്ന് വിധി പറയേണ്ടത് സംഭവിച്ചതിനാൽ കോടതിയിൽ കഴിഞ്ഞ മാസം വാദം മുഴുവൻ പൂർത്തിയാക്കി. ഇന്നത്തേക്ക് വിധി ഫർദർ ഹിയറിംഗ്, പക്ഷേ ഫർദർ ഹിയറിംഗ് ഒന്നും സംഭവിച്ചില്ല. ജാമ്യം തള്ളാനാണെങ്കിൽ കോടതിക്ക് തള്ളാമായിരുന്നു, തള്ളാമായിരുന്നു. ഇപ്പോൾ ഈ 2 തവണ മാറ്റി വെച്ചതുകൊണ്ട് ജാമ്യം ലഭിച്ചേക്കും എന്നുള്ളൊരു സൂചനയാണ് പുറത്തു വരുന്നത്. പക്ഷേ നിർഭാഗ്യകരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ജയിലിലാണ് എന്നുള്ളത്. കാരണം ഇത് ബലാത്സംഗമല്ല എന്ന് തെളിയുന്ന സാഹചര്യം ഉണ്ടായാൽ, അതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. അയാൾ ഇത്രയും കാലം ജയിലിൽ കിടന്നു എന്ന് പറയുന്നത് ഒരു MLA ആണ്, ഒരു പൊതുപ്രവർത്തകനാണ്. ഇത്ര ദിവസം അദ്ദേഹം ജയിലിലായിരുന്നു പറഞ്ഞപ്പോൾ ആരും അയാൾ സംസാരിക്കുന്നില്ല. അയാളെ ജയിലിലിടുക എന്നുള്ളത് ആരുടെയോ ആഗ്രഹമായിരുന്നത് പോലെ ഇരിക്കുന്നു. അയാളെ മാലിക്കര ജയിലാകുമ്പോഴും തിരുവനന്തപുരം ജയിലിൽ പോലെ സംവിധാനങ്ങളും അത്ര അവിടെ കാണുകയില്ല. ഇന്ന് വളരെ ഈ ജയിലിലെ കഥകളൊക്കെ ഞാൻ ചോദിച്ചു കേട്ടോ. നമ്മുടെ രാഹുൽ രാഹുൽ ജയിൽ. അപ്പം രാഹുൽ പറയുന്നത് ഈ പറയുന്ന പത്മകുമാറും വാസുവും ഒക്കെ ഈ മെഡിക്കൽ കോളേജിനോട് കണക്ട് ചെയ്തിട്ട് ഇവരുടെ ഒരു ആശുപത്രി പോലൊരു സെല്ലുണ്ടെന്ന് പറഞ്ഞു ജയിലിൽ. അത് പരമസുഖമെന്ന് പറഞ്ഞു, കട്ടിലുണ്ട്, രോഗം മോശമാണെന്നുള്ള റിപ്പോർട്ട്, അത് റിപ്പോർട്ട് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ സുഖമെന്ന് പറഞ്ഞു, അവിടെ കിടക്കാം. പുറത്ത് കാണുന്ന അഴി നമ്മളെ ആശങ്കപ്പെടുത്തും, എന്നാലും ഭേദപ്പെട്ട അതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഈ സ്വാധീനമുള്ളവർക്കൊക്കെ അങ്ങനെയാണെന്ന് പറഞ്ഞു. നമ്മുടെ ഇദ്ദേഹം സായിഗ്രാമിലെ ആനന്ദകുമാർ ദീർഘകാലം ഈ സെല്ലിലായിരുന്നു പറഞ്ഞു. രാഹുലിനെ അങ്ങോട്ട് മാറ്റാൻ ഡോക്ടർ എഴുതിയപ്പോഴും സ്പേസ് ഇല്ലാത്തതുകൊണ്ട് വേറെ സ്ഥലത്താണ് മാറ്റിയിട്ടിരുന്നു പറഞ്ഞു. അപ്പോൾ ജയിൽ ജീവിതത്തെക്കുറിച്ചുള്ള കഥയൊക്കെ ഇനി വരാൻ പോകുന്ന അഭിമുഖത്തിലുണ്ടാവും. അതാണൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും വളരെ ശുഭസൂചകമായ കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നതൊക്കെ. നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കിടക്കണം. പറയും ചാനലുകളുടെ ഇപ്പോഴും പുതിയ ചാനൽ വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ശമ്പളത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെയാണ് ഇപ്പോൾ. കാരണം എല്ലാ ചാനലിൽ നിന്നും കൂട്ടത്തോടെ അങ്ങോട്ട് പലായനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനതിനെ കാണുന്നത് വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഒന്ന്, കേരളത്തിലെ ചാനൽ അവതാരകരുടെയും അവതാരികമാരുടെയും ഒന്നും ശമ്പളത്തെക്കുറിച്ച് നമുക്കാർക്കും വലിയ നിശ്ചയമില്ല, ആർക്കും അറിയില്ല. എന്ന് മാത്രമല്ല, കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് അത്ര ആകർഷകമായ ഒന്നല്ല. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. അതുകൊണ്ട് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ പല ചാനലുകളിലും പത്രങ്ങളിലും ശമ്പളം കിട്ടിയിട്ട് മാസങ്ങളായ നമ്മൾ തന്നെ മാധ്യമത്തിലെ കാര്യം നമ്മൾ മാധ്യമം ദിനപത്രം ഓർക്കണം. ജമാഅത്ത് ഇസ്ലാമിൻ്റെ ഉടമസ്ഥാവകാശത്തിലെ മാധ്യമ ദിനപത്രത്തിൽ ദീർഘകാലമായി ശമ്പളം കൊടുക്കുന്നില്ല. മംഗളം പത്രത്തിലും ശമ്പളം കൊടുക്കുന്നില്ല. അത് കരയുന്നവർക്കും നിലവിളിക്കുന്നവർക്കും വേണ്ടപ്പെട്ടവർക്കും മാത്രമല്ല, ഇന്ന് ജേർണലിസ്റ്റുകൾ, പ്രിന്റഡ് പത്രങ്ങളിലെ ജേർണലിസ്റ്റുകൾ ഒരു ആവശ്യമില്ലാത്ത ഇടക്കാച്ചരക്കായി മാറി. അവർ തൊഴിൽരഹിതരായി മാറുന്നുണ്ട്. അവർക്ക് മറ്റിടത്തോട് ഇലക്ട്രോണിക് മീഡിയയിലോട്ട് പോകാനും കഴിയുന്നില്ല. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, വാർത്ത എഴുതാനായിട്ട് പത്രക്കാരുടെ ആവശ്യമില്ലാതായി. അതെ, ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അതായത് AI യോട് പറഞ്ഞാൽ മതി,
ഇതേ ഈ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ ഇത് ഞങ്ങൾക്കൊരു പത്രത്തിൽ കൊടുക്കാൻ വാർത്ത എഴുതിത്തരുന്ന എയോട് പറഞ്ഞാൽ ആരെങ്കിലും കാശുള്ള റിപ്പോർട്ടർമാരുള്ളവർ കൊടുത്തിരിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസിൽ നിന്നൊക്കെ എടുത്തിട്ട് AI കൃത്യമായിട്ട് വാർത്ത എഴുതി അതും കൊടുത്തുവെച്ചാൽ ഒന്നോ രണ്ടോ പേര് മതി, അവർ കറക്റ്റാണെന്ന് മാത്രം നോക്കിയിട്ട് അത് ഭാഷ ഒന്നും മാറ്റി തരും. ഇത് മനോരമയുടെ ഭാഷയാന്ന് പറഞ്ഞാൽ ശരി എന്നാൽ പിടിച്ചോളാം വേറെ ഭാഷ എടുത്തരും. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രിന്റഡ് പത്രങ്ങളുടെ തൊഴിലാളികളെ കുറയ്ക്കാവുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെയുള്ള മാധ്യമത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ആദ്യം നമ്മുടെ നാട്ടിൽ ബജാവത്ത് ഇങ്ങനത്തെ ഉള്ള എല്ലാ ഈ ശമ്പള പരിഷ്കരണ നടപടികളും വന്നപ്പോൾ അതെല്ലാം നടപ്പിലാക്കിയത് മനോരമ മാതൃഭൂമിയേക്കാൾ മുമ്പ് നടപ്പിലാക്കിയ പത്രമായിരുന്നു മാധ്യമം. ഇപ്പോൾ അവിടെ ജീവനക്കാരെ മുഴുവൻ കോൺട്രാക്റ്റിലേക്ക് മാറ്റുകയാണ്. അവരെ അന്നേരം കൊച്ചി യൂണിറ്റ് പൂട്ടി, ബ്യൂറോ ഉണ്ട്, കൊച്ചി ഡെസ്ക് പൂട്ടിയിട്ട് സകല ജീവനക്കാരെയും കോഴിക്കോടേക്ക് മാറ്റി. ആലോചിച്ച് നോക്കും, അവിടെ ഒരു DTP ഓപ്പറേറ്റർക്ക് എങ്ങനെ കോഴിക്കോട് പോയി ജോലി ചെയ്യും? അവൻ കൊച്ചിയിലായതുകൊണ്ട് ജോലി അതൊരു വലിയ പ്രശ്നം. നമുക്കറിയാവുന്ന പല DTP ഓപ്പറേറ്റർമാരോടെ ഉണ്ട് നമ്മുടെ യൂണിയനിലൊക്കെ ഉണ്ടായിരുന്ന. അവരെല്ലാം അങ്ങോട്ട് മാറ്റാൻ എങ്ങനെ പോകാൻ, എങ്ങനെ ജീവിക്കാരോടെ അക്കോമഡേഷൻ കൊടുക്കുന്ന നിയമമൊന്നുമില്ലല്ലോ, ഒന്നുമില്ല. അപ്പം ആളുകൾക്ക് അവസാനിപ്പിക്കേണ്ട സാഹചര്യം. അത്തരം പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ശമ്പള വർധന ഒരിക്കലും നടക്കുന്നില്ലാത്ത സാഹചര്യത്തിൽ അതാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഒരു ഗതികെട്ട അവസ്ഥ. അതേസമയം ലോകത്തെല്ലായിടത്തും പ്രത്യേകിച്ച് പരിഷ്കൃത രാജ്യങ്ങളിൽ മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഉയർന്ന ശമ്പളം കിട്ടുന്നൊരു തൊഴിലാണ്. അതെ. പക്ഷേ കേരളം ഇപ്പം BBC അടക്കമുള്ള അവതാരങ്ങളുടെ വലിയ ശമ്പളം. പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നു. റോട്ടേഴ്സിൽ ഇന്ത്യയിൽ പോലും വലിയ ശമ്പളം. ഇവിടെ ചാനലുകളെക്കാൾ അല്പം കൂടി ഭേദപ്പെട്ട പത്രങ്ങളെക്കാൾ അല്പം കൂടി ഭേദപ്പെട്ട ശമ്പളം കൊടുക്കുന്നുണ്ടെന്നല്ലാതെ കാര്യമായ സംഭവം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പെട്ടെന്നുണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം വല്ലാത്തൊരു പുതിയ മത്സരം രൂപപ്പെട്ടു. അതായത് നമ്മൾ കാണേണ്ട കാര്യം ഏഷ്യാനെറ്റ് മാത്രം ഉണ്ടായിരുന്നു, ഇന്ത്യ വിഷൻ വന്നു, ശമ്പളം കൊടുക്കാനുമില്ല, വരുമാനം അത് പൊട്ടിപ്പോയി. പിന്നെ പതിയെ മനോരമയും മാതൃഭൂമിയും കൗമുദിയും ജീവൻ TVയും ജയ്ഹിന്ദും ന്യൂസ് 18ഉം മീഡിയ വണ്ണും ജനൻ TV അങ്ങനെ ഒരുപാട് ചാനലുകൾ വന്നു. ഈ ചാനലുകളെല്ലാം ഏകദേശം നമ്മുടെ മനോരമയിലെ ശമ്പളമല്ല മാതൃഭൂമി, മനോരമയേക്കാൾ അല്പം കുറവാണ് മാതൃഭൂമിയേക്കാൾ തീരെ കുറവാണ് കേരളമതി. പത്രങ്ങളിലെ പോലെ തന്നെ വ്യത്യസ്തമായ ഒരു ശമ്പള പരിഷ്കരണത്തിലാണ് പൊക്കോണ്ടിരുന്നത്. മനോരമയിലായിരുന്നു അന്നും ഭേദപ്പെട്ട ശമ്പളം ഉണ്ടായിരുന്നു. ഈ രീതിയിൽ ഏഷ്യാനെറ്റ് അതിനേക്കാൾ മെച്ചപ്പെട്ട ശമ്പളം എന്നുള്ളതിൽ ഏറ്റവും കൂടുതൽ ശമ്പളം ഏഷ്യാനെറ്റിലാണ്. അങ്ങനെ ഒരു പത്രങ്ങൾക്കുള്ള രീതിയിലുള്ള അല്ലേ. അതെ. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ചാനൽ രംഗത്ത് ശരിക്കും പറഞ്ഞാൽ ശമ്പളം കൊടുക്കാതെ ആളെ കൊണ്ട് പണിയെടുപ്പിക്കാന്ന് ആദ്യം തെളിയിച്ചാൽ MP നികേഷ് കുമാറാണ്. ഇന്ത്യ വിഷനിൽ അവിടെ ശമ്പളമില്ല, ആളൊക്കെ തുടങ്ങി കുറേ കാലം കഴിഞ്ഞാൽ ആൾക്ക് ശമ്പളമില്ല. നമ്മളെ എത്രയോ സുഹൃത്തുക്കൾ സഹപ്രവർത്തകരായിരുന്നവരൊക്കെ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. നികേഷ് കുമാർ ഒന്നും ബാധകമാക്കുന്നില്ല. അപ്പം പക്ഷേ പിന്നീട് സംഭവിച്ചു, നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരുപാട് പിള്ളേർ പണി പഠിക്കാൻ വേണ്ടി അവിടെ ജോലിക്ക് ശമ്പളം വേണ്ട, ശരി ഞങ്ങൾ ജോലി ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അവർ പണി പഠിക്കുക. അതിൻ്റെ ഒരു ബലത്തിൽ പിന്നെ അവർക്ക് വേറെ ചാനലുകളിൽ പോകാനും കഴിയും. പക്ഷേ അപ്പോഴേക്കും ഇവരെല്ലാവരും പണി പഠിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യ വിഷൻ പൂട്ടിപ്പോവും. ഡോക്ടർ MK മുനീറിൻ്റെ അവസ്ഥ ഘട്ടത്തിലുമായി. ഇത് തന്നെയായിരുന്നു റിപ്പോർട്ടറിൻ്റെ അവസ്ഥ. നികേഷ് നിയന്ത്രിച്ചുകൊണ്ടിരുന്നത്. അതെ. റിപ്പോർട്ടറിലേക്ക് ആര് കയറി ചെന്നാലും അവർക്ക് ജോലി കിട്ടുമായിരുന്നു. അതെ. പക്ഷേ ശമ്പളം ചോദിക്കരുത്, ശമ്പളമില്ല, ഒരു ആനുകൂല്യങ്ങളും കൊടുത്തിരുന്നില്ല. ആ മരിച്ച സനൽ ഫിലിപ്പ് എൻ്റെ സഹപ്രവർത്തനാണെന്നാണ്. സനൽ പിന്നീട് ന്യൂസ് 18 കിട്ടി പോകാൻ സമയത്താണ് ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. എത്രയോ വലിയ പൈസ കിട്ടുണ്ടായിരുന്നു അവിടെ, ഇല്ല. അപ്പം ഇത്തരം പശ്ചാത്തലത്തിൽ അവരെങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആദ്യമായി ഈ നമ്മുടെ ഈ ചാനലുകളുടെ രീതി മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ട് 24 ന്യൂസ് വരും. 24 ന്യൂസ് ചെയ്തതെന്ന് വെച്ചാൽ അവർ ജേർണലിസത്തിൻ്റെ തന്നെ രീതി മാറ്റി, ഒരു മറുനാടൻ സ്റ്റൈൽ അങ്ങ് പിടിച്ചിട്ട് അതിനെ അവർ പിന്നെ അങ്ങോട്ട് അതിവൈകാരികമാക്കി, അത് ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് അവർ ചെയ്യാൻ തുടങ്ങി. വളരെ കളർഫുള്ളായിട്ട് സാധനം ഇറക്കി, വാർത്തകളെ ന്യൂസ് സ്റ്റോറി എന്ന് നമ്മൾ പറഞ്ഞ ന്യൂസ് സ്റ്റോറി എന്നതിലേക്ക് മാറ്റി. അപ്പോൾ അവർ അത്യാവശ്യം ഭേദപ്പെട്ട ശമ്പളം കൊടുക്കാൻ തുടങ്ങി. പക്ഷേ എല്ലാവർക്കും ഇല്ല. അല്ല, അതാണ് ഈ സാധനങ്ങളുടെ പ്രശ്നം. ഇതില് അവിടുത്തെ എല്ലാവർക്കും ഇത്ര വലിയ ശമ്പളം ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കരുത്. ഒരു ന്യൂനപക്ഷത്തിന് മാത്രമായിരിക്കും ഈ ലക്ഷങ്ങളും വലിയ ശമ്പളമൊക്കെ ഉള്ളത് എല്ലാ സാധനങ്ങളും. അതിനിടയിലാണ് ഫോർത്ത് എന്ന് പറയുന്ന ഒരു ചാനൽ വരുന്നു എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മലയാളം ചാനലുകൾക്കിടയിൽ ഈ റേറ്റിംഗ് ഉയർത്തിയ ചാനൽ ഇവരായിരുന്നു. അതെ. ഈ ഓൺലൈൻ ഇതിൻ്റെ അകത്തൊക്കെ വലിയ അപകടമാണ്. ഇപ്പം ഈ ഓൺലൈൻ പത്രങ്ങൾ മുമ്പിൽ നമ്മളാണ് എക്കാലത്തും. അതെ. മറുനാടൻ മലയാളിയാണ് എക്കാലത്തും. അപ്പം നമ്മളൊരു മാന്യമായ സാലറി കൊടുത്ത്, സാലറി വർധനവ് കൃത്യമായ സാലറി വർധനവൊക്കെ കൊടുത്ത് നമ്മൾ വലിയ സാലറി ഒന്നും കൊടുക്കത്തില്ല. പക്ഷേ ഈ ഓൺലൈൻ രംഗത്തുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ഈ സാധാരണ മാന്യമായ ശമ്പളം കൊടുത്ത് നമ്മൾ അതിനൊരു ഭേദപ്പെട്ട മാർക്കറ്റാക്കി നമ്മൾ കൊണ്ടുപോകും. അതായത് ഈ ഓൺലൈൻ പത്രങ്ങളിൽ പോയി 5000 10,000 ജോലി ചെയ്യാനുള്ള അനുവദിക്കുന്നുമില്ല. അതേസമയം 1 ലക്ഷം 2 ലക്ഷം കൺസെപ്റ്റ് ഇല്ലാത്ത തരത്തിൽ നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ നാരദ ന്യൂസ് എന്ന് പറഞ്ഞ ചാനൽ വരുന്നത്. മാത്യു ഡൽഹിയിൽ നിന്ന് നാരദ ന്യൂസ് പറഞ്ഞ് എന്ത് ചെയ്തു, വലിയ ശമ്പളം കൊടുത്ത് ഡൽഹിയിലെ ശമ്പളക്കാണെങ്കിൽ ഒരുപാട് പേര് എടുത്തു. ഈ ഓൺലൈൻ വിപണി ഏറ്റവും കൂടുതൽ ദോഷമായി ബാധിച്ചത് മാത്യുവിൻ്റെ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, പൂട്ടിപ്പോയി, പിടിച്ചു നിൽക്കാൻ വയ്യാതായി, ആളുകളുള്ളവരും തൊഴിൽ രഹിതരായി.
അല്ല, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം. അവിടെ പോയി 2 ലക്ഷം ശമ്പളം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പെട്ടെന്ന് പറയുകയാണെങ്കിൽ പൈസ ഇല്ല. അവനെടുക്കാൻ പറ്റും. ഇതേ രീതി തന്നെയാണ് ഫോർത്ത് കൊണ്ടുവന്നത്. ഫോർത്ത് എടുത്തത് വെച്ചാൽ ഒരു ചാനലിന് എന്തേലും ജോലിക്കാരെ ആവശ്യമുണ്ടോ അതിൽ കൂടുതൽ ആളുകൾ എടുത്തു. ഏതാണ്ട് 250 പേരെയാണ് റിക്രൂട്ട് ചെയ്തത്. അതും എല്ലാവർക്കും വാരിക്കോരി ശമ്പളം കൊടുത്തു. പല ചാനലിൽ നിന്ന് പലരും എടുത്തു. നമ്മുടെ ശ്രീജ, എൻ്റെ ഫ്രണ്ട് ശ്രീജയൊക്കെ മാധുറൂമിൽ ചാടിപ്പോയി. അതുകൊണ്ട് മാധുവിൻ്റെ ജാതകം തെളിഞ്ഞു. മാധു അങ്ങനെയാണ് പെട്ടെന്ന് കയറി വരുന്നത്. അപ്പോൾ ഇവരെല്ലാം പോയി ഈ ചാനൽ തുടങ്ങാനേ പറ്റിയില്ല, പൂട്ടിക്കെട്ടി. മുതലാളിമാരകത്തായി. അങ്ങനെ അത് പൊട്ടിക്കെട്ടിപ്പോടുകൂടി ഈ ഒരു ഡിമാൻഡ് കുറഞ്ഞാൽ ഇതിനിടയിലാണ് റിപ്പോർട്ടർ മറ്റേ മരമുറി സംഘം ഏറ്റെടുക്കും. ഇനി അതിൻ്റെ അകത്ത് ഒരു തമാശ കൂടെ പറയും. ഇന്നലെ അടൂർ പ്രകാശിൻ്റെ ഇത് കേട്ടായിരുന്നോ? അടൂർ പ്രകാശ് പത്രസമ്മേളനം നടത്തി. അടൂർ പ്രകാശിൻ്റെ പത്രസമ്മേളനം ലൈവായിട്ട് കാണിച്ച ഒരു ചാനൽ റിപ്പോർട്ടറായിരുന്നു. അപ്പോഴത്തേക്കും ഇയാൾ മരമുറി ചാനൽ തന്നെ ഇതെല്ലാം റിപ്പോർട്ടർ ചാനൽ വരുന്നുണ്ടായിരുന്നു. ചിരിച്ചു പണ്ട്. അല്ല, ഇവിടെ സംഭവം ഉണ്ടായി. പണ്ട് SNDP-കാരുടെ സമരം ചെയ്യാൻ വന്നിരുന്നല്ലോ, നിങ്ങളൊക്കെ പുറത്തായിരുന്ന സമയത്ത്, വലിയ സമയത്ത്. അപ്പോൾ ഇവിടെ വന്ന് കുറേ SNDP നേതാക്കന്മാർ ചീത്ത വിളി ആരംഭിച്ചു. ചീത്ത വിളിച്ച ഒരാൾ, അപ്പോൾ ലൈവ് കൊടുക്കുക, 24 ന്യൂസ് ലൈവ് കൊടുക്കുകയാണ്. ഒരാൾ ഇങ്ങോട്ട് വന്നിട്ട് ഗോകുലും തെറി വിളി ആരംഭിച്ചു. അപ്പോഴേ കട്ട് ചെയ്താണ്. തുടങ്ങിയത് പൂരാ തെറി. അവിടെ പെട്ടെന്ന് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഒട്ടോ വലിയ വലിച്ചു. ഇത് തന്നെയാണ് മരമുറി ചാനൽ 3 പ്രാവശ്യം ഇയാൾ പറഞ്ഞു. ഉടൻ തന്നെ അവരിത് അവസാനിപ്പിച്ചു. ഇതായിരുന്നു ഇതിന് നടന്നതിൻ്റെ കാര്യം. എനിവേ, ഈ റിപ്പോർട്ടർ ചാനൽ വളരെ ദുരൂഹമായ സാമ്പത്തിക ഇടപാട് ഉള്ളത് കാരണം ഇവരെന്ത് ചെയ്തു? ഇല്ലാത്ത സാലറി കൊടുത്തു കൊണ്ടുവന്നു. അപ്പോഴേ ഈ വിപണിയിൽ, അതായത് അവർ ഫോർത്തിനോട് മത്സരിക്കാൻ വേണ്ടിയാണ് ഇവർ ശമ്പളം കൊടുത്തത്. കാരണം ഫോർത്ത് ഇങ്ങനെ ഭയങ്കര സംഭവം വരുമ്പം ഇവർ ആളുകളെ കൂടുതൽ കിട്ടണമെങ്കിൽ ശമ്പളം കൊടുക്കുമ്പോൾ ഇവർ ശമ്പളം ഉയർത്തും. ഞാൻ ഇതാ പറഞ്ഞു, ഒരു സെറ്റ് ചെയ്തിരിക്കുന്നു. ഫോർത്ത് പൂട്ടിക്കെട്ടിപ്പോയി. അങ്ങനെ ഇവർ പക്ഷേ അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു. അതിനിടയിലാണ് വീണ്ടും പുതിയ ചാനൽ ബിഗ് ന്യൂസ് വരുന്നത്. ഈ ബിഗ് ന്യൂസ് വരുമ്പം അവർക്ക് ഫോർത്തിനെ റിപ്പോർട്ടറിനേക്കാൾ കൂടുതൽ ശമ്പളം കൊടുത്താൽ നടക്കത്തുള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ ഈ ബിഗ് ന്യൂസ് തുടങ്ങുന്ന ആളും അനിൽ അരൂർ എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഈ റിപ്പോർട്ടർ തുടങ്ങിയിരുന്നതും. നേരത്തെ 24 ഇരുന്ന ആളൊക്കെ അയാൾ. അപ്പോൾ ഇയാൾ വെച്ചിരിക്കുന്ന ഓഫറിൻ്റെ കഥ കേട്ട് ഞെട്ടിപ്പോയി. ഞാനിതൊരു ചെറിയ അന്വേഷണമായിരുന്നു എങ്ങനെയാണെന്നുള്ളത്. അപ്പം സുജയ പാർവതി 1.25 ലക്ഷം രൂപ മാസം ശമ്പളം കൊടുത്താണ് 24-ൽ നിന്നും റിപ്പോർട്ട് കൊണ്ടിരുന്നത്. ഏഷ്യാനെറ്റിൽ വളരെ കുറച്ച് ശമ്പളം ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ഭേദപ്പെട്ട ശമ്പളം കിട്ടി. സുജയ പാർവതി 24 പോയി. 24-ന് 1.25 ലക്ഷം രൂപ ശമ്പളത്തിലാണ് സുജയ പാർവതിയെ റിപ്പോർട്ടറിന്. പക്ഷേ സുജയ പാർവതി റിപ്പോർട്ടറിലെ സ്റ്റാർ അവതാരികയായി മാറിയതോടെ അത് 2.25 ലക്ഷം രൂപ ഉയർന്നു. ശമ്പളം വർദ്ധിപ്പിച്ചു പലപ്പോഴായിട്ട്. ഓർക്കണം, കേരളത്തിലെ ഇപ്പൊ സുജയ പാർവതിയൊക്കെ പെട്ടെന്ന് കയറി വന്നാന്ന് പത്രത്തിന്റെ അടിത്തറ ശമ്പളം ഉണ്ടാവത്തില്ല. സുജയ പാർവതി അവിടെ അരുൺകുമാറിന്റെ സാലറി എത്ര അറിയോ? 10 ലക്ഷം മാസം. ഒരു മാസം 10 ലക്ഷം രൂപയാണ് അരുൺകുമാർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അരുൺകുമാർ മടിച്ചു കാരണം ഒരുപക്ഷെ അഡ്വാൻസ് ആയിട്ട് കുറെ കാശ് മേടിച്ചു. അങ്ങനെ ചെയ്യുമല്ലോ, ഒരു വർഷം ശമ്പളം കൊടുത്തേം കൊണ്ടുവരാം. ഇനി ഈ സുജയ പാർവതിയെ ബിഗ് ടിവിയിലേക്ക് എടുത്തിരിക്കുന്ന എത്ര രൂപ കയറി? ഇതേ 10 ലക്ഷം രൂപ. അതായത് എനിക്കൊന്നൊരു 40,000 50,000 രൂപ ശമ്പളമായിരുന്നു സുജയ പാർവതിക്ക് ഒരു 4-5 വർഷം മുമ്പ് ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നത്. അവിടുന്ന് ഒരുപക്ഷെ 80,000 1 ലക്ഷമായി കൂടി കാണും 24-ലേക്ക് പോയപ്പോൾ. അവിടുന്ന് 1.25 ലക്ഷത്തിലേക്ക് റിപ്പോർട്ടർ ചാനൽ വരുന്നു. അവിടുന്ന് അത് 2.25 ലക്ഷമായിട്ട് ഉയർത്തുന്നു. ഇപ്പം 10 ലക്ഷം. കേരളത്തിൽ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമില്ല. കേരളത്തിൽ ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് 10 ലക്ഷം രൂപ കിട്ടുന്നെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് എഡിറ്ററാണ്. വീണ ജോർജ് ഒരു ചീഫ് എഡിറ്റർ ആയിരുന്നില്ല, എക്സിക്യൂട്ടീവ് എഡിറ്റർ സുജയാണ്. ഈ സുജയ്ക്ക് 10 ലക്ഷം രൂപ ശമ്പളം. അതായത് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ശമ്പളം കൈപ്പറ്റുന്ന 3 മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ സുജയ പാർവതിയാണ്. ഏറ്റവും കൂടുതൽ ശമ്പളം കൈപ്പറ്റുന്നത് ശ്രീകണ്ഠൻ നായർ. അതെ. പക്ഷേ ശ്രീകണ്ഠൻ നായർ സ്ഥാപനത്തിന് ഉടമ കൂടിയാണ്. അപ്പോൾ പുള്ളിക്ക് എത്ര വേണമെങ്കിലും ശമ്പളം എഴുതിയെടുക്കാം. അതിൻ്റെ അകത്തൊരു ഒരു കുഴപ്പമൊന്നുമില്ല. ഞാൻ 2,80,000 രൂപ ശമ്പളം മേടിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ ഞാൻ രാവിലെ മുതൽ ഇത്ര വർക്ക് ചെയ്യുന്നില്ല. രാവിലെ 4 മണിക്ക് തുടങ്ങുമ്പോൾ എനിക്ക് 2,80,000 രൂപ ശമ്പളം മേടിക്കുന്നില്ലേ? അതിനെ കുറവിരിക്കുന്നത്. അതേപോലെ ശ്രീകണ്ഠൻ നായർ മേടിക്കുന്നത് 30 ലക്ഷം രൂപയാണ്. ഈ 30 ലക്ഷം രൂപ കൂടെ ശ്രീകണ്ഠൻ നായർ, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ശ്രീകണ്ഠൻ നായർ പ്രോഗ്രാമിനെ ആങ്കറിനെല്ലാം ചാർജ്, പക്ഷേ ഈടാക്കുന്നില്ല. അതെല്ലാം ക്ലെയിം കിടക്കുക. ഭാവിയിൽ അവരുടെ കമ്പനി വലിയ ലാഭമായി ഇതെല്ലാം അരിയേഴ്സായിട്ട് ശ്രീകണ്ഠൻ നായർ കിട്ടും. പിന്നെ രണ്ടാമത് ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ ഉടമസ്ഥാവകാശമില്ലാതെ ഏറ്റവും കൂടുതൽ ശമ്പളം മേടിക്കാൻ പറ്റി തുടങ്ങിയത് അരുൺകുമാറാണ്. 10 ലക്ഷം. ഇപ്പോൾ സുജയ പാർവതി 10 ലക്ഷം രൂപ മേടിച്ചു. ഇനി അപ്പം ഞാനിതിൽ അത്ഭുതപ്പെടുന്നതും സന്തോഷിക്കുന്നതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് നമുക്ക് ഈ മറ്റു പലയിടങ്ങളിലും ഉള്ളത്രയും വലിയൊരു യോഗ്യതയുടെ ആവശ്യമൊന്നുമില്ല.
ഇല്ല. ഭംഗിയായി അവതരിപ്പിക്കണം, ന്യായമായ രാഷ്ട്രീയ ബോധം വേണമെന്നല്ലാതെ ഒരു ഒരു കൃത്യമായ ധാരണ ഒന്നും വേണമെന്നില്ല. ഒരു സ്ത്രീക്ക് 10 ലക്ഷം രൂപ ശമ്പളം എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. കേരളത്തിൽ പക്ഷേ ഏറ്റവും വലിയ ശമ്പളം വാങ്ങിക്കുന്ന സ്ത്രീ സുജാവാൻ സാധ്യത വേറെ ഏതെങ്കിലും കാണും, എനിക്കറിയില്ല. അതായത് മേഖലയെ പോലെ ഇത്രയും ശമ്പളം കാണും. നമ്മുടെ കേരളത്തിൽ ഇത്രയും ഉയർന്ന ശമ്പളം ഉണ്ടാവാനുള്ള സാധ്യത, അതായത് കാണും ഏതെന്നറിയോ, ലാഭത്തിൽ പോകുന്ന കമ്പനികളുടെ ഉടമകൾ, എല്ലാ കമ്പനികളുടെയും ഉടമകൾക്ക് അവർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സിഇഒയോ അല്ലെങ്കിൽ ആ മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കുന്ന തസ്തികയിൽ നമുക്ക് സാലറി എടുക്കാം. ഇപ്പം മറുനാടൻ്റെ നമ്മുടെ കമ്പനിയിൽ നിന്ന് ഞാൻ സാലറി കൈപ്പറ്റുന്നുണ്ട് എൻ്റെ വർക്കിന്. അപ്പം നമ്മൾക്ക് ആ ഒരു സാലറി ഫിക്സ് ചെയ്യുന്നുണ്ട്. ഇതേ തരത്തിൽ ഒരു പക്ഷേങ്കിൽ ഇപ്പം ഞാൻ ശ്രീനാഥൻ 30 ലക്ഷം മേടിക്കുന്നു പറഞ്ഞു, അതുപോലെ ഒരു പക്ഷേ കാണാം ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ, അതായത് കമ്പനിയുടെ ഉടമ എന്ന നിലയിലല്ലാതെ ജീവനക്കാരൻ എന്ന നിലയിൽ IT മേഖലയിൽ പോലും ഒരു പക്ഷേ ഇത്രയും കാണില്ല, കേരളത്തിൽ ഒരിക്കലും കാണത്തില്ല. എനിക്ക് തോന്നുന്നത് സുജയുടെ ശമ്പളമായിരിക്കും ഏറ്റവും വലിയ ശമ്പളം എന്ന് പറഞ്ഞാൽ. അപ്പോൾ കേരളത്തിൽ ഒരു വനിതയ്ക്ക്, ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് 10 ലക്ഷം രൂപ ഒരു മാസം എന്ന് ആലോചിക്കുക. ഒരു വർഷം 1,20,00,000 രൂപയാണ് മൊത്തം ശമ്പളം കിട്ടുന്നത്. നമ്മൾ ആലോചിക്കണം, പണ്ടത്തെ കാലത്ത് വലിയ മഹാപ്രതിഭകളായിരുന്ന പത്രപ്രവർത്തകർ, പത്രങ്ങളിൽ ജോലി ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. DRP ഭാസ്കർ എന്ന് പറയുന്ന ആളാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജേർണലിസ്റ്റ് ഉള്ള ഒരാൾ. UNAയുടെ ചീഫായിരുന്നു. ഒരാളെ ഉണ്ടായിരുന്നില്ല, ഇന്ത്യയുടെ ചീഫാണ്. അത്ര വലിയ ആളായിരുന്നു. ഹിന്ദുവിലെ, പാട്രിയറ്റിലെ എല്ലാ സ്ഥാപനങ്ങളും, അദ്ദേഹം ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന സമയമുണ്ടല്ലോ. അപ്പം അവിടെയാണ് 10 ലക്ഷം രൂപ ഒരു മാസം സാലറി കൈപ്പറ്റുന്ന ഒരു മാധ്യമപ്രവർത്തകൻ. ഇനി അവിടേക്ക് എടുത്തിരിക്കുന്ന മിക്കവരുടെയും ശമ്പളം, ഈ ബിഗ് ന്യൂസ് എടുത്തിരിക്കുന്ന മിക്കവരുടെയും ശമ്പളം, അപ്പം ഞാൻ ജോഷിയുടെ ശമ്പളം, ഇപ്പം ഏഷ്യാനെറ്റിൽ ജോഷി ബ്യൂറോ ചീഫായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് 3 ലക്ഷം രൂപ ജോഷിക്ക്, 2.5-3 ലക്ഷം രൂപ ഇവിടെ ന്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പം വേണുവിന് സാലറി ചോദിച്ചില്ല, വേണുവിന് നല്ല സാലറി. അപ്പോൾ ഇവിടെ എല്ലാവരുടെ, അപ്പം മാത്രമല്ല ഇപ്പം ഏറ്റവും ഹോട്ടായിട്ടുള്ള, ഏറ്റവും നല്ലതായിട്ട് വാർത്ത വായിക്കാൻ അറിയാവുന്നവർ ഭയങ്കര ഡിമാൻഡാണ്. ഞാൻ എൻ്റെ ഏറ്റവും രസം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ഏഷ്യാനെറ്റിലെ വിനോവി ജോൺ അവിടെ നിന്ന് ഇറങ്ങി റിപ്പോർട്ടർ ചാനലിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ബിഗ് ടിവിയിലെ പോകണമെങ്കിൽ 15 ലക്ഷം ശമ്പളം. ഉണ്ണി ബാലകൃഷ്ണനാണെങ്കിൽ അതേസമയം ഉണ്ണിക്ക് ഭയങ്കര അറിവുണ്ട്. ഒരു ഡിബേറ്റിലിരുന്നാൽ, അതായത് പരസ്പരം ഈ മീറ്റ് ദ എഡിറ്റേഴ്സ് ഒരു പരിപാടി ഇരുന്നാൽ തകർക്കും. പക്ഷേ അപ്പം ഈ വിനു ജോൺ പോവുകയാണെങ്കിൽ ഞാൻ കരുതുന്നു മാസം 15 ലക്ഷം ഉറപ്പായിട്ടും കിട്ടും. എന്തിനേറെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം വിനുവിൻ്റെ ഒക്കെ താഴെയായിട്ട് നമ്മൾ റേറ്റ് ചെയ്യേണ്ട ആളുകളാണ് മാധുവും ഹാഷ്മിയും. ഇപ്പോൾ ഈ പറയുന്ന 2 ചാനലുകൾ പരസ്പരം ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹാഷ്മിയോടും. അതായത് റിപ്പോർട്ടർ ചാനലിന് ആളെ വേണം, ബിഗ് ടിവിക്ക്. റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ചിടത്തോളം സുജയ പാർവതി പോയതിൻ്റെ ക്ഷീണം തീർക്കണമെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള ഇടിച്ചു കിട്ടുന്ന ഒരാളെ കിട്ടണം. അപ്പം റിപ്പോർട്ടർ ചാനലിൽ അവരെ ഞാൻ മനസ്സിലാക്കനുസരിച്ച് ഈ മാധുവിന് ഹാഷ്മിക്ക് 5 ലക്ഷം വരെ ഓഫർ കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷം വരെ. 5 ലക്ഷം ഇവരുണ്ട്, ബിഗ് ടിവിയുമുണ്ട്. അപ്പം അവർ മറ്റു ചില സാഹചര്യങ്ങൾ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന രാജ്മോഹൻ, വലിയ ഒരു ശമ്പള വർധനവ് നമ്മുടെ ചാനലുകൾക്കുണ്ടായി. ഇലക്ട്രോണിക് മീഡിയയിലുണ്ട്. അതേസമയം പ്രിന്റ് മീഡിയ തകർന്നു പോയിരുന്നു. മാത്രമല്ല ഇപ്പോൾ പ്രിന്റ് മീഡിയയിലേക്ക് വേറെ വലിയ പ്രതിസന്ധി ഉള്ളത്, ട്രെയിനിൽ ടെസ്റ്റ് വിളിച്ചാൽ അപേക്ഷിക്കാൻ പോലും ആൾ അതും വരുന്നില്ല, ഒരു ശമ്പളവും ഇല്ലാത്ത മാധ്യമപ്രവർത്തന രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റത്തിൻ്റെ സൂചനയാണ് ഇതൊക്കെ. ചാനലിലെ കഴിവുള്ള കുറച്ച് പേർക്ക്, പ്രഗത്ഭരായ കുറച്ച് പേർക്ക് ഭയങ്കര ഡിമാൻഡ് കൂടുന്നു. അതേസമയം അല്ലാത്തവരുടെ ഡിമാൻഡ് ഇടിഞ്ഞും പോകുന്നു. അതേസമയം ഇതേ സ്ഥാപനങ്ങളിൽ തന്നെ വളരെ കുറഞ്ഞ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവാം. അതുപോലെ പത്രസ്ഥാപനങ്ങളിൽ അസാമാന്യം അറിവുള്ള എത്രയോ പേര്. ജോൺ ആന്റണി എന്ന് പറയുന്ന ഒരാൾ ദീപികയിലുണ്ടായിരുന്നു. ജോൺ ആന്റണി ഒരു കൊച്ചു മനുഷ്യനാ, താടിയൊക്കെ വെച്ചിരിക്കുന്ന. അദ്ദേഹത്തിൻ്റെ അറിവോളം എല്ലാ സൺഡേ സപ്ലിമെൻ്റൊക്കെ ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അറിവോളം ഒരാളെ ഞാൻ എൻ്റെ പത്രപ്രതിനിധി കണ്ടിട്ടില്ല. ടി സി മാത്യു സാറുണ്ട്. ടി സി മാത്യു സാർ ഒരു എൻസൈക്ലോപീഡിയ, എന്ത് വിഷയത്തെക്കുറിച്ച് ഏത് വിഷയത്തെ. പക്ഷേ ടി സി മാത്യു സാറും ജോൺ ആന്റണിയും തമ്മിലുള്ള വ്യത്യാസം, ടി സി മാത്യു സാർ കുറച്ചുകൂടെ എക്സ്പ്ലോസീവാണ്. എന്ന് വെച്ചാൽ എല്ലാം അറിയാം, എല്ലാം കൈകാര്യം ചെയ്യും, മഹാപ്രഗത്ഭനാണ്. പക്ഷെ ജോൺ ആന്റണി സാർ ശാന്തനാണ്, ഈ അറിവൊന്നും ആർക്കും അറിയത്തില്ല. ദീപികയിലുണ്ടായിരുന്നു. ദീപിക മഹാപ്രഗത്ഭ തീർച്ചയായും എത്രയോ പേര്. നമ്മുടെ മുട്ടത്ത് വർക്കിയൊക്കെ ദീപിക കൃഷ്ണൻകുട്ടി, വേളുകൃഷ്ണൻകുട്ടി അല്ല, കുമ്മൻ രാജ് അതല്ലേ. ഒരുപാട് ദീപികയിൽ ജോലി ചെയ്ത എത്ര പ്രഗത്ഭര്. എനിവേ, എന്തായാലും ഒരു മാധ്യമ പ്രവർത്തകൻ എന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. തീർച്ചയായും നമ്മുടെ ഒരു സഹപ്രവർത്തക. മാത്രമല്ല എനിക്കൊരു കൂടുതൽ അഭിമാനമുള്ള സുജയ കാരോട്ടത്തിൽ ജേർണലിസ്റ്റിനൊപ്പം ഞങ്ങൾ ജൂനിയറായിട്ട് പഠിച്ചതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സഹപ്രവർത്തക 10 ലക്ഷം രൂപ കൈപ്പറ്റുന്നു. അല്ലെ നമ്മുടെ മാധു കാഞ്ഞിരപ്പള്ളി സെൻറ് ജോൺസ് സ്കൂളിൽ പഠിച്ചതിനേക്കാൾ ഞാൻ അവിടെ നിന്ന് വിടുമ്പോൾ അവൾ 5 വയസ്സ് 6 വയസ്സാണ് ഞാൻ പഠിത്തം നിർത്തുമ്പോൾ. അപ്പം മാധുവിനും ഹാഷ്മിക്കും ഒക്കെ
മാർക്കറ്റ് വിപണി മൂല്യം ഉയർന്നു എന്ന് പറയുമ്പോൾ ഒരു മാധ്യമപ്രവർത്തനം നിങ്ങൾക്ക് സന്തോഷമാണ്. എന്തായാലും ഇത് നിലനിൽക്കട്ടെ, ഇതെല്ലാം ലാഭകരമായി പോവട്ടെ. കാരണം ഈ ചാനലിൻ്റെ പേരിനായിരുന്നു നമ്മുടെ നേരത്തെ ഫോർത്തിനൊന്നും പറ്റുപോലെ പറ്റാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥനയും ആശംസയും. താങ്ക് യു.